നമസ്കാരം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിൻ്റെ ലാബ് എക്സാം 5-ാം തീയതി തൊട്ട് സ്റ്റാർട്ടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് വൈവ ക്വസ്റ്റ്യൻസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ വൈവ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന എക്സാമിനറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അവർ ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കോഴ്സിനനുസരിച്ച് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഒരു എക്സാമിനർക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫണ്ടമെൻ്റൽസിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ എന്താണെന്നാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചിരിക്കണം. കോമൺലി ഓപ്പറേറ്റഡ് മെഷീൻ പർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ട്രേഡ് ഓർ ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ റിസർച്ച്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. കോമൺലി ഓപ്പറേറ്റഡ് മെഷീൻ പർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ട്രേഡ് ഓർ ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ റിസർച്ച്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ കൂടെ തന്നെ പഠിച്ചങ്ങ് പോയാൽ മതി. കാരണം നമുക്ക് വൈവയാണ്, ഒരു റിട്ടേൺ എക്സാമോ കാര്യങ്ങളെല്ലാം വന്ന് അത് അത്രത്തോളം നോട്ട്സൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഇനി എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ, കമ്പ്യൂട്ടർ എന്താണ് എന്നായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് വൈവ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതുപോലെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസീവ് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവരെ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതനുസരിച്ച്. കമ്പ്യൂട്ടർ എപ്പോഴും അങ്ങനെയല്ലേ പ്രവർത്തിക്കും. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഡേറ്റാസ് നമുക്ക് റിട്രീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ആരെന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ആരാ ഇൻവെൻറ്റ് ചെയ്തത്? ആരാണ്? ചാൾസ് ബാബേജ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അതന്നെ, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ചാൾസ് ബാബേജ്. ഇനി എന്താണ് ഒരു ഇൻപുട്ട്, ഔട്ട്പുട്ട്, പ്രോസസ്സിങ്? ഇത് മൂന്നും നമുക്ക് നോക്കണം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഡേറ്റാസോ ഇൻസ്ട്രക്ഷൻസോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന യൂണിറ്റാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സഹായിക്കുന്ന ഡിവൈസുകളാണ് ആരെന്ന് പറയുന്നത്? ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഔട്ട്പുട്ട് എന്താണ്? കമ്പ്യൂട്ടർ തിരിച്ച് യൂസർക്ക് നൽകുന്ന ഒരു സെക്ഷൻ, ഒരു യൂണിറ്റ് ആണെന്ന് പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നൽകുന്ന ഡിവൈസുകളെ നമ്മളെന്ന് പറയും? ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയും. ഇനി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ടിൽ നിന്നും പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇടയിൽ നടക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട് എന്ന ഒരു സെക്ഷനാണ് വരുന്നത്. ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്? നമ്മൾ കമ്പ്യൂട്ടറിനകത്തോട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കണം. അപ്പം അങ്ങനെ സഹായിക്കുന്ന ഡിവൈസുകൾ ആരൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൗസ് നമുക്ക് ചൂസ് ചെയ്യാൻ. ഇപ്പോൾ തന്നെ ഞാൻ കണ്ടില്ല, ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നതിനല്ല, ഇങ്ങനെ ചൂസ് ചെയ്യുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സെലക്ഷൻ കൊടുക്കുന്നതിനോ ഇങ്ങനെയൊക്കെ എന്നെ സഹായിച്ച ഒരു മീഡിയമാണ് ആരെന്ന് പറഞ്ഞത്? ഈ ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള മൗസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റുള്ളതാണ് ആര്? കീബോർഡ് എന്ന് പറയുന്നത്. എനിക്ക് കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യണം, ഇതിനൊക്കെ എനിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ സഹായിക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ കീബോർഡ് എന്ന് പറയുന്നത്. ഇതുപോലെ കമ്പ്യൂട്ടറിനകത്തേക്ക് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നൽകാൻ നമ്മളെ സഹായിക്കുന്ന ഡിവൈസുകളാണ് ആരെന്ന് പറയുന്നത്? ഈ ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഒരുപാട് ഇൻപുട്ട് ഡിവൈസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ചാപ്റ്റർ എടുത്ത് ഒരു 10-16 നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ചിരിക്കുക കേട്ടോ. വേറെ ഏതാ? സ്കാനറുണ്ട്, പിന്നെ ഏതുണ്ട്? വെബ് ക്യാം ഉണ്ട്. അങ്ങനെ കുറേ 2-3 എക്സാമ്പിൾസ് നിങ്ങൾ പറയുക, ചോദിക്കുമ്പോൾ ഡെഫിനിഷനും പറയുക, 2-3 എക്സാമ്പിൾസോടെ പറയുക. ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്? കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ച് യൂസർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ഇൻഫർമേഷൻസോ കാര്യങ്ങളോ നൽകുന്ന ഒരു ഡിവൈസാണ് ആരെന്ന് പറയുന്നത്? ഈ ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ മോണിറ്ററിനെ പോലെ നമുക്ക് ഞാൻ ഈ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ട്? ഈ മോണിറ്റർ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്പീക്കർ, ഇപ്പോൾ ഒരു വോയിസ് ഞാൻ അല്ലെങ്കിൽ നമ്മളൊരു പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുന്നു, കമ്പ്യൂട്ടറിനകത്തൊക്കെ കാണുന്നു. അപ്പോൾ ഈ ഒരു വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റണമെങ്കിൽ, ശബ്ദം കേൾക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ആര് വേണം? ലാപ്ടോപ്പിനകത്താണെങ്കിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് ഉണ്ടായിരിക്കും. ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പീക്കറും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊരു ഔട്ട്പുട്ട് ഡിവൈസാണ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്കിപ്പോൾ ചില പേപ്പറുകളൊക്കെ നമുക്കിപ്പോൾ ഒരു ബയോഡേറ്റ തയ്യാറാക്കി നമ്മുടെ ആ പേപ്പറായിട്ട് വേണം നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ കമ്പ്യൂട്ടർ കിടക്കുന്ന സാധനം എൻ്റെ കയ്യിലോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു പ്രിൻ്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പ്രിൻ്റർ വഴി പ്രിൻ്റ് ചെയ്തിട്ടായിരിക്കും ഈ സാധനം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങോട്ട് തരുന്ന ആളാണ് ആര്? ഈ പ്രിൻ്റർ എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഔട്ട്പുട്ട് ഡിവൈസുകൾ നമ്മൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 പേരെങ്കിലും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ഏതാണെന്ന് അപ്പോൾ ചോദിക്കുന്നതാണ്, എന്താണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്നുള്ളത്? കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളമോ ഇംഗ്ലീഷോ ഒന്നും അല്ല. കമ്പ്യൂട്ടറിന് ഒരു ലാംഗ്വേജ് അറിയത്തുള്ളൂ. ഏതാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. ഏതാണ് പറയുന്നത്? മെഷീൻ ലാംഗ്വേജാണ് കമ്പ്യൂട്ടറിന് അറിയാവുന്നത്. കമ്പ്യൂട്ടറിന് അറിയുന്ന ഒരേ ലാംഗ്വേജ് എന്നാണ് മെഷീൻ ലാംഗ്വേജ്. ആ മെഷീൻ ലാംഗ്വേജിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? 0സും 1സും, ബൈനറി കോഡുകൾ എന്നാണ് അവരെ നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫാദർ ഓഫ് കമ്പ്യൂട്ടറായി, ഇൻപുട്ട് ഡിവൈസുകളായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ എവിടോട്ട് പോകാം?
ഡിജിറ്റൽ കമ്പ്യൂട്ടറിലോട്ട് പോകാം. എന്താണ് ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? എന്താണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ? എന്താണ് ഡേറ്റയോ ഇൻസ്ട്രക്ഷൻസോ എന്ത് കാര്യങ്ങളായാലും നമ്മൾ ഏത് രീതിയിലായിരിക്കും ഇതിനകത്ത് പ്രോസസ്സ് ചെയ്യുന്നത്? ബൈനറി കോഡുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമുകൾ. ഡിജിറ്റൽ ഫോമാണ് ഈ 0യും 1 എന്ന് പറയുന്നത്. അങ്ങനെ ഡിജിറ്റൽ ഫോമിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണ് ആരെന്ന് പറയുന്നത്? ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് കൈൻഡ് ഓഫ് ഡേറ്റ സ്റ്റോർഡ് ആൻഡ് പ്രോസസ് ആസ് നമ്പേഴ്സ് യൂസിങ് ബൈനറി സിസ്റ്റം, ബൈനറി കോഡ്സ് അല്ലെങ്കിൽ ബൈനറി സിസ്റ്റംസ്. അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ജനറേഷൻസ്. അറിയാവുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെയാണ്. നമുക്ക് എത്ര ജനറേഷൻസ് ഉണ്ട്? 5 ജനറേഷനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ്റെ പേര് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ, അങ്ങനെ 5 ജനറേഷൻ വരെ പഠിച്ചിരിക്കും. ഇതിനകത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ വരുമ്പം ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ടെക്നോളജി ഏതായിരുന്നു? ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ച ടെക്നോളജി വാക്യൂം ട്യൂബ് ആയിരുന്നു. ഇൻവെൻറ്റ് ചെയ്തതായിരുന്നു നമ്മുടെ ജോൺ ഫ്ലെമിൻ ആണ്. ഓക്കെ, ജോൺ ഫ്ലെമിൻ. അപ്പോൾ ഫസ്റ്റ് ജനറേഷനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ്. അതുപോലെ ഇനി സെക്കൻഡ് ജനറേഷൻ വരുമ്പോൾ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്ററാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള നമ്മുടെ കൊബോൾ ഫോട്ടോൺ അങ്ങനത്തെ തുടങ്ങിയ ലാംഗ്വേജ് ആയിരിക്കും നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തേർഡ് ജനറേഷനകത്ത് ഏത് ടെക്നോളജിയാണ് ഉപയോഗിച്ചത്? IC ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഫോർത്ത് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് VLSI അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ജനറേഷനിൽ നമ്മൾ ULSI. ഈ VLSIൻ്റെ ഫുൾ ഫോം എന്താ? വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് കേട്ടോ. ULSIയോ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അപ്പോൾ ഇതാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫിഫ്ത്ത് ജനറേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയേക്കുക. ഇത് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്, നോക്കിയേക്കുക. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇത് ജസ്റ്റ് ഒരു വൈവയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ടക്കെന്നങ്ങ് ഓടിപ്പോകുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് ട്രാൻസിസ്റ്റർ? നമ്മൾ പറഞ്ഞല്ലോ, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിരിക്കുന്ന ജനറേഷൻ ഏതായിരുന്നു? ഏത് ടെക്നോളജിയിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. എവിടെയായിരുന്നു? സെക്കൻഡ് ജനറേഷനായിരുന്നു. ഇനി എന്താണ് ഒരു ഹാർഡ്വെയർ? എന്താണ് ഒരു ഹാർഡ്വെയർ എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ സെക്ഷൻ തന്നെ ഹാർഡ്വെയർ വരും, സോഫ്റ്റ്വെയർ വരും. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? അപ്പോൾ ഹാർഡ്വെയർ ഇപ്പോൾ നമ്മുടെ ഈ മൗസ്, കീബോർഡ്, മോണിറ്റർ ഇതൊക്കെ ഒരു ഹാർഡ്വെയറാണ്. അതായത് നിങ്ങൾ വൈവ ചോദിക്കുമ്പോൾ പറയണമെന്ന് വെച്ചാൽ ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ നമുക്കതിനെ ഹാർഡ്വെയർ എന്ന് പറയാം. ഓക്കെ, അത് ഇൻപുട്ട് ഡിവൈസ് ആവും ഔട്ട്പുട്ട് ഡിവൈസ് ആവും, ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആവും കേട്ടോ. നിങ്ങൾക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതൊരു ഹാർഡ്വെയർ ആണ്. നമ്മുടെ മൗസ്, കീബോർഡ്, മോണിറ്റർ, പ്രിൻ്റർ, ജോയ്സ്റ്റിക്ക് ഇങ്ങനെ തുടങ്ങി എല്ലാ ഡിവൈസുകളും എന്താണ്? ഒരു ഹാർഡ്വെയർ ഡിവൈസാണ്. അതാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? സോഫ്റ്റ്വെയർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓരോ സോഫ്റ്റ്വെയർ എടുക്കില്ലേ? നിങ്ങൾ പറയത്തില്ലേ സോഫ്റ്റ്വെയർ ചെയ്യാന്നൊക്കെ പറയത്തില്ലേ? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് അവരെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റും, പക്ഷേ എന്ത് പറ്റത്തില്ല? നമുക്ക് അവരെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു അത് കുറച്ച് കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് ആണ് ആരെന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം സോഫ്റ്റ്വെയർസ് വരുമ്പോൾ തന്നെ നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ വരും, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏതായിരിക്കും? വിൻഡോസ് ആയിരിക്കും കൂടുതൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന ഓരോരോ സോഫ്റ്റ്വെയറുകൾ ഏതാ? നമ്മുടെ വേഡ്, എക്സൽ, പവർ പോയിന്റ്, അല്ലെന്നുണ്ടെങ്കിൽ ടാലി പ്രൈം ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ടാർഗോ CPP ആണെങ്കിൽ അത്, VB ആണെങ്കിൽ അത്, അങ്ങനെ ഓരോരോ സോഫ്റ്റ്വെയറുകളാണ് ആര്? ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനെയാണ് നമ്മൾ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും വിൻഡോസിലായിരിക്കാം. അപ്പോൾ വിൻഡോസിൻ്റെ വേർഷനകത്താണ്, വിൻഡോസ് സോഫ്റ്റ്വെയറാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുന്നത് കേട്ടോ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈ പറഞ്ഞ കണക്ക് എന്താണ്? ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഓരോന്നും വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന പവർ പോയിന്റുകളായാലും അല്ലെങ്കിൽ വേർഡ്, എക്സൽ അതായിരിക്കും, ആക്സസ് അല്ലെങ്കിൽ ടാലി അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതൊക്കെ വേണം ഓരോരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരിക? നിങ്ങൾക്ക് വിൻഡോസ്, ലിനക്സ്, ഉബുണ്ടു ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ എക്സാമ്പിളുകളെങ്കിലും പറയാം. അപ്പം കുറച്ചും കൂടെ എല്ലാം വിട്ടുപോയാലും നമ്മൾ എക്സാമ്പിളെങ്കിലും പറയാം കേട്ടോ. ഇനി പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഇപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിച്ചിട്ടുള്ളതല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം എന്താണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്ത് വരും? മെമ്മറി തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മുടെ CPU ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. അതായത് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ കണക്ഷൻ ഇല്ലാതെ തന്നെ കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് ഡേറ്റാസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ഈ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ആ പ്രൈമറി മെമ്മറിക്കകത്ത് ആരൊക്കെയാണ് വരുന്നത്? ചിലപ്പോൾ ചോദിക്കും CPU-നകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ഏതാണ്? പ്രൈമറി മെമ്മറിയാണ് കേട്ടോ. ഈ പ്രൈമറി മെമ്മറിയിലാണ് വരുന്നത് ആര്? ഈ റാം റോം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇവരൊക്കെ എവിടെയാണ്? നമ്മുടെ പ്രൈമറി മെമ്മറിയിലെ ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് തന്നെയുള്ള മെമ്മറിയാണ് ആരെന്ന് പറയുന്നത്? ഈ പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ റാം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഫുൾ ഫോം എന്ന് ഓർത്ത് വയ്ക്കുക. റാം എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. റാൻഡം ആക്സസ് മെമ്മറി. റോം എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡ് ഒൺലി മെമ്മറി. അപ്പോൾ ആ ഒരു ഫുൾ ഫോം ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പറയുക കേട്ടോ. അപ്പോൾ റാം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പ്രൈമറി മെമ്മറിയാണ്, കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓൾറെഡി ഉള്ള ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ഈ റാം എന്ന് പറയുന്നത്. അപ്പം ഈ റാം എന്ന് പറയുന്നത് വോളറ്റൈൽ ആണോ അല്ലേ എന്നുള്ളത് ചോദിക്കും. ചിലപ്പോൾ ഏതാണ് വോളറ്റൈൽ മെമ്മറി എന്നത് ചോദിക്കും. എന്താണ് വോളറ്റൈൽ എന്ന് പറയുന്നത്? ഓക്കെ, വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കതിലേക്ക് വരുന്ന പവർ ഓഫായി കഴിഞ്ഞാൽ, അതായത് നമുക്ക് അതിനകത്തോട്ട് പവർ കണക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ പോലും ഈ ഡേറ്റാസ് എന്ത് ചെയ്യും? ഇതിനകത്ത് ഡേറ്റാസ് നഷ്ടപ്പെടും. അപ്പോൾ അതിനെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയുന്നത്. ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു സ്ഥിരതയില്ല ഇവർക്ക്, അത് പെർമനൻ്റ് ആയിട്ട് അവിടെ ഇരിക്കത്തില്ല. അതാണ് ഈ വോളറ്റൈലാണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റാം എന്താണ്? വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പോൾ റോം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കത്തില്ല, നോൺ വോളറ്റൈലാണ്. റോമിൻ്റെ ഫുൾ ഫോം എന്നാണ്? റീഡ് ഓൺലി മെമ്മറി എന്നാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായിരിക്കും? നോൺ വോളറ്റൈൽ ആയിരിക്കും. അതായത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു പവറൊന്നും വരുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്, നമുക്ക് UPS ഒന്നുമില്ല, നമുക്ക് കറണ്ടൊക്കെ പോയി അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളായാലും എന്ത് ചെയ്യത്തില്ല, ഇതിനകത്ത് ഡേറ്റാസ് നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഡേറ്റാസ് നഷ്ടപ്പെടാതിരിക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ റോം എന്ന് പറയുന്നത് എന്താണ്? നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു റീഡ് ഓൺലി മെമ്മറിയാണ് ഈ റോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാമിൽ വരുമ്പോൾ നിങ്ങൾ DRAM SRAM പഠിക്കുക. DRAM എന്ന് പറയുന്നത് ഡൈനാമിക് റാം, SRAM എന്ന് പറഞ്ഞത് സ്റ്റാറ്റിക് റാം. പിന്നെ റോമിൽ വരുമ്പോൾ തന്നെ BROM ഉണ്ട്, EPROM ഉണ്ട്, EEPROM ഉണ്ട്, UVEPROM ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ഇട്ടേക്കുക. PROM എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. EPROM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. EPROM തന്നെ വീണ്ടും രണ്ടായിട്ട് വരും. EEPROM ഉണ്ട്, UVEPROM ഉണ്ട്. EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. PROM എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്രാ വയലറ്റ് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ജസ്റ്റ് എത്രയെന്ന് നോക്കിയേക്കുക. ഇനി സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ CPU ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത മെമ്മറിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു എക്സ്റ്റേണൽ കണക്ഷൻ വേണം. എന്ത് ചെയ്യാൻ? ഈ സെക്കൻഡറി മെമ്മറിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ കണക്ഷൻ വേണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ CD ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? CD, പെൻ ഡ്രൈവ്, ഇവരൊക്കെ. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം? ഇതിനകത്തുള്ളതല്ല, നമ്മൾ പുറത്തുനിന്ന് എടുത്ത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് മെമ്മറിയാണ് എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, അങ്ങനെ ഒപ്റ്റിക്കൽ, അങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് വായിച്ചു വിട്ടേക്ക്. അതിനകത്ത് തന്നെ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത, CPU ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത മെമ്മറിയാണ്. അത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതിനകത്ത് വരുമ്പോൾ CD-ൻ്റെ ഫുൾ ഫോം കോമ്പാക്ട് ഡിസ്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. DVD ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ബ്ലൂറേ ഡിസ്ക്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഇനി നെക്സ്റ്റ് വരുമ്പോൾ പെരിഫറൽസ് ആണ്. എന്താണ് ഒരു പെരിഫറൽസ് എന്ന് പറയുന്നത്? ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഡിവൈസുകളാണ് ഈ പെരിഫറൽ എന്ന് പറയുന്നത്. പക്ഷേ ഇത് എന്തല്ല, നമ്മുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ കോർ പാർട്ടല്ല. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഡിവൈസുകളാണ് പെരിഫറൽ. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ കോർ ആർക്കിടെക്ചറിൻ്റെ പാർട്ടല്ല അവരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കമ്പ്യൂട്ടർ പെരിഫറൽ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ആൾക്കാർ? ഇവർ വരുമ്പോൾ 3 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവരെല്ലാവരും ആരിൽ വരുന്നതാണ്? പെരിഫറൽസ് ആണ്. അങ്ങനെയുള്ള പറയുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് പെരിഫറൽസ്. ഇൻപുട്ട് ഡിവൈസുകളെല്ലാം, ഔട്ട്പുട്ട് ഡിവൈസ് എല്ലാം, ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഇവരെല്ലാവരും പെരിഫറൽസിൽ വരുന്നതാണ്. പിന്നെ ഇൻപുട്ട് ഡിവൈസ് കുറച്ച് നമ്മൾ പഠിച്ച് വെച്ചേക്കുക, ഔട്ട്പുട്ട് ഡിവൈസ് കുറച്ച് ആൾക്കാരെ പഠിച്ചേക്കുക, ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആരൊക്കെ വരുന്നു കുറച്ച് പേരെ പഠിച്ച് വെച്ചേക്കുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് നോക്കിയേക്കുക. നെക്സ്റ്റ് ഒരു ജോയ്സ്റ്റിക്ക്. ഇപ്പോൾ ജോയ്സ്റ്റിക്ക്, ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ ഗെയിം കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ അതെന്ന് വെച്ചാൽ ജോയ്സ്റ്റിക്കാണ് കേട്ടോ. ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് വെച്ചാൽ ജോയ്സ്റ്റിക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് നെറ്റ്വർക്കിങ്ങിലോട്ട് പോകാം. എന്താണ് ഒരു നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്? അപ്പോൾ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? കുറേ സെറ്റ് ഓഫ് ഡിവൈസുകൾ. ഈ ഡിവൈസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോഡുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കുറേ സെറ്റ് ഓഫ് ഡിവൈസുകൾ കാണും. ഈ ഡിവൈസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വെച്ചിട്ട് തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം കുറച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഡിവൈസുകളുണ്ട്. അവരെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുമ്പോൾ ട്രാൻസ്മിഷൻ മോഡുകൾ ഏതൊക്കെയാണ് നമുക്ക് ഉള്ളത്? അതായത് ഡാറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോഡുകൾ. സിംപ്ലക്സ് ഉണ്ട്, ഹാഫ് ഡ്യൂപ്ലക്സ് ഉണ്ട്, പിന്നെ ഡ്യൂപ്ലക്സ് ഉണ്ട്. സിംപ്ലക്സ് മോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ട്രാൻസ്മിറ്ററും കാണും, ഒരു റിസീവറും കാണും. മറ്റേ ടൈമിൽ ഒരിടത്തുനിന്ന് ഒരു ഭാഗത്തോട്ടായിരിക്കും, ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒരു റിസീവറിലോട്ടായിരിക്കും ഇവർ പോകുന്നത്. ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ഇവിടുന്ന് അങ്ങോട്ടും, അതായത് ഇപ്പം നമുക്ക് എ ബി എന്ന് നിങ്ങൾ കൺസെപ്റ്റ് ഉപയോഗിക്കുക. എ ബി എന്ന് പറഞ്ഞാൽ 2 സെക്ഷൻ അല്ലെങ്കിൽ 2 കമ്പ്യൂട്ടറുകളോ അങ്ങനെ, അല്ലെങ്കിൽ 2 സെക്ഷനുണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടായിരിക്കും പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെങ്ങനെ വെച്ചാൽ എയിൽ നിന്ന് ബിയിലോട്ടും പോകും, ബിയിൽ നിന്ന് എയിലോട്ടും പോകും. പക്ഷേ എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ സൈമിൾട്ടേനിയസ് ആയിട്ടായിരിക്കും. ഒരു സമയം ഒരാളെ പോകത്തുള്ളൂ, 2 പേരുടെ ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ടെലിഫോണിൻ്റെ ഒക്കെ കണക്ക് കേട്ടോ. അപ്പോൾ അതാണ് ട്രാൻസ്മിഷൻ മോഡുകൾ വരുമ്പം സിംപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ്, ഫുൾ ഡ്യൂപ്ലെക്സ്. പിന്നെ ടോപ്പോളജി എന്താണ്? ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓരോ നെറ്റ്വർക്കുകളുണ്ട്, അപ്പോൾ അവരെ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ടോപ്പോളജി എന്ന് പറയുന്നത്. അതിൽ തന്നെ മെഷ് ടോപ്പോളജി ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ബസ് ഉണ്ട്, റിംഗ് ഉണ്ട്, ട്രീ ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, ഫുള്ളി കണക്റ്റഡ് ടോപ്പോളജി ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 7 ടോപ്പോളജികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. ഇനി നെറ്റ്വർക്ക് വരുമ്പോൾ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിൽ നമുക്ക് ആരൊക്കെയുണ്ട്? ലാൻ ഉണ്ട്, മാൻ ഉണ്ട്. മാനുണ്ട് ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. അതായത് ചെറിയൊരു ഏരിയയിൽ നമ്മൾ നെറ്റ്വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സെക്ഷനാണ് നമ്മൾ ലാൻ എന്ന് പറയുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന സെൻറ്ററിൽ ലാബിൻ്റെ ഒരു സെക്ഷൻ, അപ്പോൾ അവിടെ നെറ്റ്വർക്ക് ചെയ്യുന്ന ഒരു സ്കൂൾ, ഒരു ഓഫീസ്, അങ്ങനെ ചെറിയ ഏരിയയിൽ ചെയ്യുന്നതാണ് ലാൻ എന്ന് പറയുന്നത്. മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. നമ്മൾ ഈ കേബിൾ TV കണക്ഷൻ അങ്ങനെ ഇട്ടില്ലേ, ഒരു പ്രത്യേക ഒരു ഏരിയ അവർക്ക് കൊടുക്കും, ആ ഏരിയയിൽ മൊത്തം അവരുടെ കീഴിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു സിറ്റി അങ്ങനെയൊക്കെ വരും. കേബിൾ TV നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ മതി. എക്സാമ്പിൾ എപ്പോഴും പറയുക കേട്ടോ. പിന്നെ അടുത്തതാണ് വാൻ എന്ന് പറയുന്നത്. വാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ അതായത് ഇൻ്റർനെറ്റ്, നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നല്ലേ, അപ്പം എന്താണ്? നമുക്ക് ഓവറോളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ഷൻ വരുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ പറയുന്ന പേരാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ TCP/IP ഇതൊക്കെ ഫുൾ ഫോം ആയിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞേക്കുക. TCP/IP എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. HTTP എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇത് എന്താണെന്നും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഈ ഫുൾ ഫോം എന്തായാലും കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി നെക്സ്റ്റ് ഇൻ്റർനെറ്റ് എന്താണ്? ഇൻ്റർനെറ്റ് പിന്നെ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ വേൾഡ് വൈഡ് മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇൻ്റർനെറ്റ് നമുക്ക് സിംപ്ലി നമ്മൾ നെറ്റ് എന്നായിരിക്കും പറയുന്നത്. നെറ്റ്വർക്ക് എന്നാണ് നമ്മൾ വേണമെങ്കിൽ പറയുന്നത്. നമുക്ക് അങ്ങനെ പറഞ്ഞാലും മതി. ഇൻ്റർനെറ്റ് എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. വേൾഡ് വൈഡായിട്ട് മുഴുവനായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഇൻ്റർനെറ്റ് കൊണ്ട് വരുന്നത്. അതിൽ തന്നെ പിന്നെ www അതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. എന്താണ്? വേൾഡ് വൈഡ് വെബ്. ഇനി മദർ ബോർഡ് എന്താണ്? അപ്പോൾ മദർ ബോർഡ് വരുമ്പം എന്ത് വരും? കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കണക്ഷൻസും വന്ന് ചേരുന്ന ഭാഗമാണ് ഈ മദർ ബോർഡിലോട്ടാണ് എല്ലാ ഫംഗ്ഷൻസും വന്ന് ചേരുന്നത്. എല്ലാ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ കണക്ഷൻസ് എല്ലാം നമ്മൾ മദർ ബോർഡിലേക്കാണ് എന്ത് വരുന്നത്? കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മദർ ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ കണക്ഷൻസ് എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഫംഗ്ഷൻസും മദർ ബോർഡിലാണ് നമ്മൾ വന്ന് ചേരുന്നത്. ഇനി ഈ മദർ ബോർഡ് ഇരിക്കുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് കേസ് എന്ന് പറയുന്നത് കേട്ടോ. OS നമ്മൾ പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS നമ്മൾ ഷോർട്ടാക്കി പറഞ്ഞത് കേട്ടോ. ഏതൊക്കെ വരും? ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ നമുക്ക് എന്ത് വരും? സിസ്റ്റം സോഫ്റ്റ്വെയർ വരും, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഞാൻ ആദ്യമേ പറഞ്ഞു തന്നെയാണ്. ഇനി ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? കുറച്ച് ഇൻസ്ട്രക്ഷനുകൾ അല്ലെങ്കിൽ കുറച്ച് കൂട്ടം പ്രോഗ്രാമുകളെ നമ്മൾ പറയുന്ന പേരാണ് ഈ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു ടാസ്ക് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൂട്ടം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ സിസ്റ്റം ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ നേരത്തെ പറഞ്ഞു തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻസിനെയും ഡിവൈസിനെയൊക്കെ ഓപ്പറേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഈ വിൻഡോസും ലിനക്സും എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് ഓരോരോ സ്പെസിഫിക് ടാസ്കുകൾ ചെയ്യുന്നതിന് വേണ്ടി ഓരോരോ ടാസ്കുകൾ, അതായത് വേഡ്, എക്സൽ, വർക്കുണ്ട്. ആ എക്സാമ്പിളുകൾ നിങ്ങൾ മാക്സിമം പറയാൻ നോക്കുക. ഇനി അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുമ്പോൾ നമുക്ക് സിംഗിൾ യൂസറുണ്ട്, മൾട്ടി ടാസ്കിംഗ് ഉണ്ട്. അതറിയാലോ. സിംഗിൾ യൂസർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സമയം ഒരാൾക്ക് മാത്രമായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യാൻ പറ്റുന്നത്. മൾട്ടി യൂസർ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്?
പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊന്നും. ഇതിൽ തന്നെ മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. മെഷീൻ ലാംഗ്വേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്ത് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഭാഷയാണെന്ന് പറയുന്നത് ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി കോഡുകളായിട്ട് വരുന്നവർ. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് മനസ്സിലാവും പക്ഷേ കമ്പ്യൂട്ടറിന് എന്തില്ല, മനസ്സിലാവത്തില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടറിന് ഒരേ ഒരു ലാംഗ്വേജ് അറിയത്തുള്ളതാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തില്ല. പക്ഷെ ഇത് വേറൊരു കോഡ് രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ കോഡ് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ എക്സലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ആഡ്, മള്ള്, മൂവ്, ജമ്പ്, അല്ലെങ്കിൽ നമ്മൾ CPP ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ ജമ്പ് അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് കോഡ് രീതിയായിരിക്കും ഇതിരിക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാവും, കമ്പ്യൂട്ടറിന് എന്ത് ചെയ്തില്ല, മനസ്സിലാവത്തില്ല. അങ്ങനെയുള്ള ലാംഗ്വേജാണ് ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അടുത്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നന്നായിട്ട് മനസ്സിലാവും പക്ഷേ കമ്പ്യൂട്ടറിന് തീരെ ഒട്ടും മനസ്സിലാവത്തില്ല. അതായത് നമ്മൾ ഈ ഒരു എഴുതുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ C++നകത്തൊക്കെ പ്രോഗ്രാമൊക്കെ എഴുതും, അങ്ങനെ ഒരു ആൽഫബറ്റിക് കോഡാണ് പറയുന്നത്. അങ്ങനെ സാധാരണ രീതിയിൽ ഒരു എഴുതുന്ന ഒരു ഫോർമാറ്റിലുള്ള ഒരു ലാംഗ്വേജാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ ലാംഗ്വേജ് പ്രോസസ്സർ മനസ്സിലാക്കിയിരിക്കുക. ലാംഗ്വേജ് പ്രോസസ്സർ എന്താണ് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിന്ന് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ആരൊക്കെയുണ്ട്, നമ്മുടെ കമ്പൈലറുണ്ട്, ഇൻ്റർപ്രിറ്ററുണ്ട്, അസംബ്ലറുണ്ട്. കമ്പൈലർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ കമ്പൈലർ എന്ന് പറയുന്നത്. ഇൻ്റർപ്രിറ്റർ എന്ത് ചെയ്യും, ഈ എഴുതിയിരിക്കുന്ന നമ്മുടെ യൂസർ എഴുതിയിരിക്കുന്ന ആ ഒരു കോഡുകളെ ലൈൻ ബൈ ലൈനായിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നതാണ് ഇൻ്റർപ്രിറ്റർ. കമ്പൈലർ എന്ന് പറയുമ്പം അവർ എന്ത് ചെയ്യുന്നു, നേരെ അങ്ങ് മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇൻ്റർപ്രിറ്റർ ലൈൻ ബൈ ലൈനായിട്ടായിരിക്കും. ഇനി അസംബ്ലർ എന്ന് പറഞ്ഞാൽ ഈ അസംബ്ലി ലാംഗ്വേജ് നേരത്തെ പറഞ്ഞില്ലേ, അഡ്, മള്ള്, ന്യൂ അങ്ങനെയൊക്കെ പറഞ്ഞാൽ, അങ്ങനെ ആ ലാംഗ്വേജിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഈ അസംബ്ലർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വൈറസ് നോക്കുക. കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ എന്ത് ചെയ്തു വരും, നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ കടന്നു വരുന്ന ഒരു വൈറസാണ് ഈ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. ഈ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു കൈൻഡ് ഓഫ് പ്രോഗ്രാം, ഒരു ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാമാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ അനുവാദം ഇല്ലാതെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വന്നു നമ്മളുടെ ഇതിനകത്തോട്ട് വന്നിട്ട് ഇതിൻ്റെ തന്നെ മൾട്ടിപ്പിൾസ് കോപ്പി ഇവരെന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഫയലുകളെയൊക്കെ ഇവർ നശിപ്പിക്കും. അതാണ് ഈ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. ട്രോജൻ ഹോഴ്സ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഒരു 1-2 വൈറസിനെ ഇന്ന് പഠിച്ചു വെച്ചിരിക്കും. ഇനി ഡിജിറ്റൽ നമ്പർ സിസ്റ്റം നമുക്ക് എത്ര പേരുണ്ട്, നമുക്ക് 4 പേരാണുള്ളത്. ബൈനറി ഉണ്ട്, ഡെസിമൽ ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഹെക്സാ ഡെസിമൽ ഉണ്ട്. ബൈനറി എന്ന് പറയുമ്പം ആരൊക്കെ വരും, 0യും 1ഉം. അതിൻ്റെ ബേസ് എത്ര ആയിരിക്കും, 2 ആയിരിക്കും. ഡെസിമൽ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് വരും 0 to 9 വരെ വരും. 0, 1, 2, 3, 4 അങ്ങനെ 9 വരെ. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അടുത്ത ഒക്ടൽ എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പോൾ അതിനകത്ത് 0 to 7 വരെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഹെക്സാ ഡെസിമലാണ്. ഹെക്സാ ഡെസിമൽ എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ വരും 0 to 9 വരെയും A to F വരെയും വരും. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, 16 ആണ്. ഇനി ആസ്കിൻ്റെ ഫുൾ ഫോം കൂടെ പഠിച്ചു വെച്ചിരിക്കുക. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഓക്കെ, അതിൽ ജസ്റ്റ് 1's കോംപ്ലിമെൻറ്റ് 2's കോംപ്ലിമെൻറ്റ് എന്താണെന്നുള്ളത് ഒന്ന് വായിച്ചിട്ടേ കേട്ടോ. ഈ അൽഗോരിതം അതിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയും. അപ്പോൾ അൽഗോരിതം എന്താണ്, അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പം എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് എന്ത്, അൽഗോരിതം എന്ന് പറയും. ഇനി പ്രോഗ്രാമുകൾ നമ്മളിപ്പോൾ ഓരോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്ക്, ആ ടാസ്ക് ചെയ്യുന്നതിന് നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് ആരെന്ന് പറയുന്നത്, അൽഗോരിതം എന്ന് പറയുന്നത്. ഈ അൽഗോരിതത്തിൻ്റെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ആരെന്ന് പറയുന്നത്, ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അൽഗോരിതത്തിൻ്റെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഷേപ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ പാരലലോഗ്രാം, സ്ക്വയർ, പിന്നെ ഡയമണ്ട്, ആ ഒരു ഷേപ്പൊക്കെ ഇല്ലേ, അതൊക്കെ എന്തിനാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിൻ്റെ പേരും അതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം ഒന്ന് നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവുക. ഇപ്പോൾ ഇതിൽ പുറത്തൊന്നും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പം താങ്ക് യു.